പ്രത്യേകം നോട്ടം നോക്കി വെക്കുകയാണ്. ദിവസങ്ങൾ കഴിഞ്ഞു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു ഈ അടിമയെ വാങ്ങാൻ ആ അടിമച്ചന്തയിലേക്ക് ഉടമസ്ഥന്റെ അരികിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് ഉടമസ്ഥനോട് പറഞ്ഞു, എനിക്കൊരടിമയെ വേണം. അങ്ങനെ അന്വേഷിക്കുകയാണ്. ധാരാളം അടിമകളുടെ കൂട്ടത്തിൽ വേണ്ടത് സെലക്ട് ചെയ്യാൻ ഉടമസ്ഥൻ ആവശ്യപ്പെടുകയാണ്. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങള് അവിടെ കൂടിയ നൂറുകണക്കായ അടിമകൾക്കിടയിലേക്ക് പോവുകയാണ്. കൂട്ടത്തിൽ ഒരുപാട് തടിമാടന്മാരുണ്ട്, നല്ല ആരോഗ്യ ദൃഢഗാത്രരായ ആളുകളുണ്ട്. പക്ഷേ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റളിയല്ലാഹു അൻഹു തിരഞ്ഞെടുക്കുന്നത് ആരെയാണെന്നറിയോ? മെലിഞ്ഞുണങ്ങിയ ഫഖീറായ ഒരു അടിമയാണ്. അതാരാ? കഴിഞ്ഞ ദിവസം അല്ലാഹുവിന്റെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം നടത്തി ദുആ ചെയ്തപ്പോ റബ്ബ് സുബ്ഹാനഹു വ തആല മഴ വർഷിപ്പിച്ചു കൊടുത്തല്ലോ. ആ അടിമയാണത്. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങള് ആ അടിമയെ വിലക്ക് വാങ്ങുകയാണ്, തന്റെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അങ്ങനെ വീട്ടിൽ കൊണ്ടുവന്നു. അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങൾ ആ സഹോദരനെ, ആ അടിമയെ പിന്നെയും നിരീക്ഷിക്കുകയാണ്. എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ കർമ്മങ്ങള്, എന്തൊക്കെയാണ് അദ്ദേഹത്തിന്റെ ഇബാദത്തുകള്, അങ്ങനെ നിരീക്ഷിക്കുകയാണ്. പാതിരാ നേരത്ത് ആ അടിമയെ റഹ്മാനായ റബ്ബിന്റെ മുന്നില് സുജൂദ് ചെയ്യുകയും ദുആ ചെയ്യുന്നതും കാണുകയാണ്. കൂരിട്ടിൽ ആരുമില്ലാതെ വിജനമായ സ്ഥലത്ത് ആ മുറിയിലിരുന്ന് റബ്ബിന്റെ മുമ്പിൽ സാഷ്ടാംഗ പ്രണാമം നടത്തുകയാണ്. അല്ലാഹുവിനോട് ദുആ ചെയ്യുകയാണ്. കരഞ്ഞു കരഞ്ഞു ദുആ ചെയ്യുകയാണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങള് ദൂരെ നിന്നത് കാണുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് തങ്ങളെ ആ അടിമ, ആ ഫഖീറായ മനുഷ്യൻ കാണുകയാണ്. കുറെ സമയം ആരാധനകൾ ഇങ്ങനെ ഇരിക്കുകയാണ്. കുറെ സമയം കഴിഞ്ഞ് മെല്ലെ ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോ പിന്നിൽ നിൽക്കുന്നുണ്ട് മഹാനായ ഉടമസ്ഥൻ. തന്നെ അടിമച്ചന്തയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന തന്റെ യജമാനനായ അബ്ദുല്ലാഹി ഇബ്നുൽ മുബാറക് റഹിമഹുല്ലാഹ്. കാണേണ്ട താമസം പ്രിയപ്പെട്ടവരെ, ആ ഫഖീറായ അടിമ വല്ലാതെ പ്രയാസപ്പെടുകയാണ്. യാ അല്ലാഹ് റബ്ബേ, ഇതുവരെ ഞാൻ നിന്നെ ആരാധിക്കുന്നത് ഒരാളും ഇതുവരെ കണ്ടിട്ടില്ല നാഥാ. ആരും കാണാൻ വേണ്ടി ഞാനൊരു ഇബാദത്തും ചെയ്തിട്ടില്ല അല്ലാ. അതുകൊണ്ട് ഇന്നിതാ എന്റെ ഇബാദത്തുകൾ എന്റെ യജമാനനായ എന്നെ അടിമച്ചന്തയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന എന്റെ ഉടമസ്ഥനെ കണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നാഥാ, ഇനി എനിക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ ആഗ്രഹമില്ല അല്ലാ. എന്നെ നീ കൊണ്ടുപോകണേ എന്ന് ദുആ ചെയ്യുകയും എന്റെ പ്രിയപ്പെട്ടവരെ ആ സ്ഥലത്ത് വെച്ചുകൊണ്ട് തന്നെ ആ ഫഖീറായ മനുഷ്യനവിടെ മരണപ്പെട്ടു പോവുകയും ചെയ്യുകയാണ്. ചരിത്രത്തിന്റെ താളുകളിൽ നമ്മൾ വായിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വബിദഅവത്തിൽ ഫുഖറാഇന്റെ പ്രാർത്ഥനയും ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരശിലയാണ്. അല്ലാഹു നമുക്ക് നല്ല ബോധം നൽകട്ടെ, നല്ല പോലെ മനസ്സിലാക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നിങ്ങളൊക്കെ ഉറങ്ങിപ്പോയോ? എല്ലാവർക്കും റേഞ്ച് ഉണ്ടോ? എന്റെ കൂടെ ഉണ്ടോ? എല്ലാവരും ഒരു ഉറങ്ങിയ മാതിരിയാണല്ലോ കാണുന്നത്. പഠിച്ചോനെ, ഉസ്താദ് വരാനായോ? നിങ്ങളൊക്കെ ഒന്ന് ആവേശത്തോടെ രണ്ട് സലാത്തുള്ളൂല്ലേ? നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ്. إلهي رفيع وأكرمنا بنيل مطالب منا ودفع مساءة عنا بأهل البدر يا الله. صلاة الله سلام الله
لله صلاة الله سلام الله على ياسين حبيب الله. മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് ഈ മഹാപ്രപഞ്ചത്തിന്റെ നിലനിൽപ്പിന്റെ ആധാരം മഹാന്മാരായ പണ്ഡിതന്മാരുടെ അറിവിന്റെ പ്രഭയാണ്. അങ്ങനെയുള്ള പ്രഗത്ഭരായ ഉലമാ ഒന്നൊന്നായി ലോകത്തോട് വിട പറഞ്ഞു പോകുമ്പോ വല്ലാതെ പ്രയാസപ്പെട്ടു പോവുകയാണ് നമ്മൾ. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ മഹാന്മാരായ ഉലമാ ഒന്നൊന്നായി മൺമറഞ്ഞു പോകുന്നുണ്ട്. യാ അല്ലാഹ്, ജീവിച്ചിരിക്കുന്ന നമ്മുടെ ഉലമാഇന് നീ ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. സാന്ദർഭികമായി ദുആ ചെയ്യുകയാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, നമ്മുടെ അവസാന ശ്വാസം വരെ ആ പ്രസ്ഥാനത്തിന്റെ തണലിൽ മഹാന്മാരായ, നേരത്തെ ഇവിടെ നമ്മുടെ സദസ്സിൽ വന്നുപോയ മഹാനായ ബഹുമാനപ്പെട്ട ഉമർ ഉസ്താദ്, അതേപോലെ തന്നെ മഹാനായ നമ്മുടെ അഭിമന്യനായ PKT ഉസ്താദ്, ഇവരൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ അഭിമന്യരായ നേതാക്കന്മാരാണ്. ഇതുപോലെയുള്ള ഉലമായിന്റെ പരിശുദ്ധമായ കാൽപ്പാടുകൾക്ക് പിന്നാലെ അവരെന്ത് പറഞ്ഞോ, അവരെന്താണോ ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചതെന്നത് അവരുടെ പിന്നാലെ അടിയുറച്ചു നിന്ന് പരിശുദ്ധമായ ദീനിനെ, അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിനെ, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ശക്തിപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ പ്രിയപ്പെട്ടവരെ. ഇതുകൊണ്ട് ഞാൻ പറഞ്ഞു വരുന്നത്, മനോഹരമായ നമ്മുടെ പള്ളി, ആ പള്ളിയെ ലാസിമാക്കണമെന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പരമാവധി ആ പള്ളിയിൽ ആരാധന കർമ്മങ്ങൾ നിർവഹിക്കപ്പെടണം. കുറെ പള്ളികൾ നമ്മുടെ നാടുകളിൽ ഉണ്ടായത് കൊണ്ട് മാത്രം കാര്യമില്ല. നൂറ്റാണ്ട് 14കൾക്ക് മുമ്പ് ലോകത്തിന്റെ നായകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സയഅതി സമാനുൻ അലാ ഉമ്മതി ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ല ഇസ്മുഹു വലാ യബ്ഖാ മിനൽ ഖുർആനി ഇല്ലാ റസ്മുഹു മസാജിദുഹും ആമിറാ വഹിയ ഖറാബും മിനൽ ഹുദാ. ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, പരിശുദ്ധ ഹബീബിന്റെ വിശുദ്ധ വചനമാണ്, എന്റെ ഉമ്മത്തിനൊരു കാലം വരും, ലാ യബ്ഖാ മിനൽ ഇസ്ലാമി ഇല്ല ഇസ്മുഹു, ഇസ്ലാമിന്റെ പേരല്ലാതെ ലോകത്ത് മറ്റൊന്നും ബാക്കിയാകാത്ത കാലമായിരിക്കുമത്. ഇസ്ലാമിന്റെ പേരല്ലാതെ മറ്റൊന്നും ഉണ്ടാകില്ല. ഇസ്ലാമിന്റെ ഓപ്പറേറ്റർ പോയോ? അവിടെ സൗണ്ട് കേൾക്കുന്നുണ്ടോ ഉസ്താദേ? ഈ മോണിറ്റർ കേൾക്കുന്നുണ്ടോ? ഇല്ലല്ലോ. അതിന്റെ കുഴപ്പമാണിത്. നന്നായിട്ട് ഞാൻ അധ്വാനിക്കുന്നുണ്ട്. ഇത് ഈ സൗണ്ട് കേൾക്കുന്നില്ലല്ലോ. ഇത് കേൾക്കുന്നുണ്ടോ? അത് കേൾക്കുന്നില്ല. ഇവിടുന്ന് മാത്രമാണ് കേൾക്കുന്നത്. വരുന്നുണ്ടോ? ചെറുതായ ഒരു കണക്ഷന്റെ പ്രശ്നമാണ്. അത് ഇൻഷാ അല്ലാഹ് ശരിയായിക്കോളും. അപ്പൊ അതുകൊണ്ട് ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒന്ന് എല്ലാവരും ഒന്ന് നിൽക്കുന്ന ആളുകളൊക്കെ, ഞാൻ എന്റെ വഴന്ന് നിർത്താൻ പോവാണ് ഇൻഷാ അല്ലാഹ്. അഭിനന്ദനായ ഉസ്താദിന്റെ സദസ്സാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. അതിലൊരിക്കലും നമ്മളത് മിസ് ചെയ്യരുത്. ആ സദസ്സിൽ സംബന്ധിക്കാതെ നമ്മൾ പരിസരത്തിരുന്നാൽ ഒരിക്കലും ആ സദസ്സിന്റെ മഹത്വം കിട്ടൂല. അന്നേരായ ഉസ്താദ് അവർക്ക് ഞാൻ, ഉസ്താദ് ഇപ്പൊ ഇവിടെ എത്തും. അഭിനന്ദനായ മണിയൂർ ബക്കവി ഉസ്താദ് അവർ നമ്മുടെ ഈ മഹനീയമായ വേദിക്ക് നേതൃത്വം നൽകാൻ കടന്നു വരികയാണ്. അതുകൊണ്ട് ഉസ്താദിന്റെ വേദി നമുക്കറിയാലോ, മഹാനായ സൂഫി വര്യനാണ്. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് അവിടെ ഇവിടൊക്കെ നിൽക്കുന്ന ആളുകൾ, കസേരകൾ കുറച്ച് ബാക്കിയാണ്. ഇവിടെ വന്നിരുന്നാൽ വലിയ ഭംഗിയാണ്. ഏതായാലും നമ്മൾ ഈ പരിപാടി ശ്രദ്ധിക്കുകയാണ്. പിന്നെ നമ്മൾ ഇതിന്റെ പരിസരത്തൊക്കെ നിന്ന് കാണികളാകുന്നതിനേക്കാൾ ഇരുന്ന് ശ്രോതാക്കളാകുന്നതായിരിക്കും നല്ലത് എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പ്രയാസമില്ലെങ്കിൽ ഈ സദസ്സ് ഭംഗിയാക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, പുണ്യപ്രവാചകർ പഠിപ്പിക്കുകയാണ്, ഇസ്ലാമിന്റെ പേരല്ലാതെ മറ്റൊന്നും ലോകത്ത് ബാക്കിയാകാത്ത ഒരു കാലം ഇവിടെ വരും. ഇസ്ലാമിന്റെ പേരേ ഉണ്ടാവുള്ളൂ. അല്ലാഹു നമ്മളെ കാത്ത് രക്ഷപ്പെടുത്തുമാറാകട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കാണുകയാണത്.
അല്ലെ? ലോകം അതിന്റെ എല്ലാ അവസാന നാളിന്റെ അടയാളങ്ങൾ ഒന്നൊന്നായി ലോകത്ത് ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് അങ്ങനെ പുലരുന്നത് നമ്മൾ കാണുകയാണ്. ഓരോരോ അടയാളങ്ങൾ എല്ലാം അക്ഷരം പ്രതി പകൽ വെളിച്ചം പോലെ നമുക്കിടയിലൂടെ പുലർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഹബീബിന്റെ പ്രവചനങ്ങൾ മുഴുവനും ലോകത്ത് അല്ലെ നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ വളർന്നു വരുന്ന തലമുറ സലാമുമായി കുലബന്ധം പോലുമില്ലാത്ത ഒട്ടനവധി പെരുമാറ്റങ്ങളുമായി നമ്മുടെ ചെറുപ്പക്കാര് നമുക്കിടയിൽ ജീവിക്കുകയാണ്. സലാമുമായി കുലബന്ധം പോലുമില്ലാത്ത ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമായി ഇടപെടലുകളുമായി ഇലാമ മുഹമ്മദ് ഇഖ്ബാൽ പറഞ്ഞതുപോലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ हो गए दुनिया से मुसलमान नाबूद हम ये कहते हैं कि तभी कहीं मुस्लिम मौजूद वज़न में तुम हो नसारा तो तमद्दुन में हुनूद ये मुसलमान है जिन्हें देख के शर्माए यहूद यो तो सईद भी हो मिर्ज़ा भी हो फगान भी हो तुम सभी कुछ हो बताओ तुम मुसलमान भी हो. മുസ്ലിം ലോകത്തിന്റെ ദാർശനിക കവി അല്ലാമ മുഹമ്മദ് ഇഖ്ബാൽ പാടിയതുപോലെ ഇവിടെയാണ് ഭൂമിയിൽ മുസൽമാൻ ഉള്ളത്. എവിടെയാണ്? 22 കാരറ്റ് മുസ്ലിമായ പരിശുദ്ധ ഖുർആനിന്റെ എല്ലാ ആജ്ഞകളും അനുവർത്തിക്കുന്ന പരിശുദ്ധ റസൂലിന്റെ ഹദീസുകൾ പിൻപറ്റുന്ന യഥാർത്ഥ മുസൽമാൻ എവിടെയാണുള്ളത്? ലാമ മുഹമ്മദ് ഇഖ്ബാൽ പറയാണ്, ഞാൻ കണ്ട മുസൽമാൻ അവന്റെ വേഷവിധാനങ്ങൾ ഇസ്ലാമിന് അന്യമാണ്, അവന്റെ സംസ്കാരം ഇസ്ലാമിന്റെ സംസ്കാരമല്ല. സുബ്ഹാനല്ലാഹ്, നമ്മൾ ആലോചിച്ചു നോക്ക്. നമുക്കിടയിലൂടെയുള്ള ചെറുപ്പക്കാരുടെ തലമുടികൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഈ കണ്ണൂരിൽ എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്റെ നാട്ടിലെ ചെറുപ്പക്കാരിൽ ബഹുഭൂരിഭാഗവും പ്രിയപ്പെട്ടവര് ക്രോപ്പ് ചെയ്ത മുടിയുമായിട്ടാണ് നടക്കുന്നത്. വല്ലാത്ത വേദന തോന്നാറുണ്ട്. നല്ല നല്ല ചെറുപ്പക്കാർ നമ്മുടെ നാടുകളിലുണ്ട്, ഇല്ല എന്നല്ല. പക്ഷെ ആ നല്ല ചെറുപ്പക്കാരെ പോലും പറയിപ്പിക്കുന്ന രൂപത്തില് നമ്മുടെ ചെറുപ്പക്കാരിൽ പലരും വളരെ മോശമായ രീതിയിൽ മുടി ക്രോപ്പ് ചെയ്ത് നടക്കുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തആനിൽ ഖസഈ, ഹബീബായ നബി തങ്ങൾ മുടി ക്രോപ്പ് ചെയ്യുന്നതിനെ നിരോധിച്ചിട്ടുണ്ട് എന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിരോധിച്ചിട്ടുണ്ടെന്ന് സ്വഹാബത്ത് പഠിപ്പിക്കുകയാണ്. السلام عليكم. نستودعكم الله الذي لا تضيع ودائعه. مع السلامة جميعا. جزاكم الله خير ومشكورين. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, അഭിനന്ദനായ പിന്നെ ഉസ്താദ് അവർകൾ ഇപ്പോൾ ഇവിടെ എത്തും. നമ്മുടെ ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ അഭിനന്ദനായ അറബ് സഹോദരങ്ങൾ അവര് പോവാണ്. അവരെ നമ്മൾ യാത്രയാക്കുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല അവർക്ക് എല്ലാവിധ ഖൈറും പ്രദാനം ചെയ്യുമാറാകട്ടെ. അവർക്ക് വളരെ പെട്ടെന്ന് നല്ല റാഹത്തോടെ അവരുടെ നാട്ടിലെത്താൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. എന്താ നിങ്ങൾ ആമീനൊന്നും പറയാത്തത്? ഇത്രയേറെ അവര് നമുക്ക് പള്ളിക്ക് സഹായിച്ചിട്ടൊക്കെ നിങ്ങൾ ആമീന് പോലും നേരെ പറയുന്നില്ലല്ലോ. പഠിച്ചാൽ അല്ലാഹു അവർക്ക് ഖൈർ ചെയ്യട്ടെ. അങ്ങനെ ഉറക്കം കണ്ട് പറഞ്ഞോട് അല്ലാഹു അവർക്ക് ഖൈർ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ അവരോട് നമുക്ക് എപ്പോഴും കടപ്പാടും നന്ദി ഉണ്ടാവണം, അല്ലെ? നന്ദി ഉണ്ടാവുക എന്ന് പറയുന്നത് മുഅ്മിനിന്റെ സ്വഭാവമാണ്. മല്ലം യശ്കുരിന്നാസ ലം യശ്കുരില്ലാഹ്. ജനങ്ങളോട് നന്ദിയില്ലാത്തവന് അല്ലാഹുവിനോട് നന്ദി ഉണ്ടാവില്ല എന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അവര് പോവാണ്. നിങ്ങൾ അങ്ങോട്ട് പോകണമെന്നില്ല, എല്ലാവരും ഒന്ന് ഇവിടെ ഇരിക്കാം. ഇൻഷാ അല്ലാഹ് ബഹുമാനപ്പെട്ട ഉസ്താദ് ഇങ്ങോട്ട് വരും. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് മുടി ക്രോപ്പ് ചെയ്യുന്ന ചെറുപ്പക്കാർ, അതുപോലെ എന്റെ വാത് കേൾക്കുന്ന ഒരുപാട് സഹോദരിമാർ ഈ സദസ്സിലുണ്ടല്ലോ. സിനിമ കാണുന്ന, സീരിയല് കാണുന്ന ഉമ്മമാർ, പെങ്ങന്മാർ നമ്മുടെ നാടിന്റെ ശാപമായി മാറുകയാണ്. ഇവിടുത്തെ ഉമ്മമാരെങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞു.